അതുകൊണ്ട് ജീവിതം സമർപ്പണമാണെന്നൊക്കെ നമുക്ക് പറയാം. ഞാൻ എന്റെ ജീവിതം തമ്പുരാന് കൊടുത്തതാണെന്നൊക്കെ പറയാം. പക്ഷേ ആ തമ്പുരാന്റെ എടുക്കപ്പെടലിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ, ഒന്ന് കാത്തിരിക്കാൻ, അതേസമയം തന്നെ തമ്പുരാന് വേണ്ടിയിട്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രസന്റിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ, ഒരു ചെറുവിരൽ അനക്കാനെങ്കിലും പറ്റിയ അത്രയും ചെയ്യാൻ സാധിച്ചാൽ ഒരു മനുഷ്യനെ ഒരു ധ്യാനത്തിന് പറഞ്ഞുവിടാൻ, മദ്യപിച്ച് നശിച്ച് നടക്കുന്ന ഒരു കുടുംബത്തിൽ കയറിയിട്ട് അവരോട് രണ്ടു വാക്ക് പറയാം. ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്ന നിന്നെ അവിടുന്ന് വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും തീർച്ച. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും, ശുശ്രൂഷകരെയും, വചനപ്രഘോഷകരെയും, അതുപോലെ തന്നെ ശുശ്രൂഷാ മേഖലയിൽ, വചനപ്രഘോഷണ മേഖലയിൽ എടുക്കപ്പെടണം, വളരണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഇന്നും ധ്യാനകേന്ദ്രത്തിന് പാത്രം കഴുകാനും വെള്ളം എടുത്ത് കൊണ്ടു കൊടുക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന വചനം പ്രസംഗിക്കുന്നവന് ഇടയ്ക്ക് വെള്ളം കൊണ്ടു കൊടുക്കാനും അൾത്താരെ അലങ്കരിക്കാനും ഒക്കെ ആയിട്ട് ജീവിതം മാറ്റപ്പെട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിതം ഒരു വിധത്തിൽ പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു വൈദികൻ, ഒരു സന്യസ്തയാണ് നീയെങ്കിൽ, ഉറച്ചു വിശ്വസിക്കുക. ചെയ്യുന്ന കാര്യം ആത്മാർത്ഥതയോടുകൂടി വിശ്വസ്തയോടുകൂടി ചെയ്യുക. കർത്താവ് നിന്നെ ഉയർത്തിയിരിക്കും, അതിലൊരു തർക്കവുമില്ല. അപ്പോൾ നീ കർത്താവ് എനിക്കത്ര ഉയരണ്ട, ഞാനായിരിക്കുന്ന ഹൗസിൽ എനിക്ക് ചെറിയ തോതിലൊക്കെ ചെയ്താൽ മതി, ഇവിടുത്തെ സെന്ററിൽ എനിക്കത് ഒരു 5 മിനിറ്റ് സാക്ഷി ഒന്ന് പറഞ്ഞാൽ മതി, ഒരു സുവിശേഷം ഒരു ചെറിയൊരു ഭാഗം ഒരു അരമണിക്കൂർ ഒന്ന് ക്ലാസ് എടുക്കാനുള്ള അവസരം കിട്ടിയാൽ മതി എന്നൊന്നും പറഞ്ഞേക്കരുത്. അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിന്നെ അങ്ങോട്ട് എടുക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? ചിലപ്പോൾ അത് ലോകത്തിന്റെ അങ്ങേ അതിർത്തി വരെയും ചിലപ്പോൾ കൊണ്ടുപോകാനിരിക്കും. ഓക്കെ, എല്ലാ പ്രിയപ്പെട്ട ശുശ്രൂഷകരെയും, പ്രിയപ്പെട്ടവരെയും, വൈദികരെയും, സന്യസ്തരെയും, അൽമായ പ്രേക്ഷിതരെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും, ഇത് കാണാൻ ഇടവരുന്ന എല്ലാ മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.